ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഭരണപക്ഷ MLA ആയ PV അൻവർ. അജിത് കുമാർ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുകയാണ്. അതിനുവേണ്ടി SP-യുടെ നേതൃത്വത്തിൽ സൈബർ വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ്. ദാവൂദ് ഇബ്രാഹിമാണ് അജിത് കുമാറിന്റെ റോൾ മോഡൽ എന്നും PV അൻവർ ആരോപിച്ചു. കേരളം ഞെട്ടും. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു. എനിക്ക് ഫീൽ ചെയ്തതാണ്. ബോംബെ അധോലോകത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നു. ഇതിപ്പോ ലോകം മുഴുവൻ ഇത്തരം ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും. അതിൽ അട്രാക്ട് ചെയ്യണം. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാ പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അതിന് പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോട്ടത്തെ ഒരു കച്ചവടക്കാരൻ ഒരു വർഷമായി കാണാതായിട്ട്. കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് എവിടെ എത്തിയിട്ടില്ല, അനങ്ങിയിട്ടില്ല. അത് അനങ്ങൂല. അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട് വേറെ വിഷയമാണ്. ഒരുപാട് ഇവരുടെ ഈ പറയുന്ന എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പലരെയും പല സ്ഥലത്ത് ഇവർ കുടുക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ അവിടെ ചോർത്തുന്നുണ്ട്. ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടാവും. സൈബർ സെല്ലിൽ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈം അന്വേഷിക്കാനല്ല. സൈബർ സെല്ലിൽ പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ മന്ത്രിമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ അവരുടെ പരിപാടി എന്താണെന്ന് അറിയാനാണ്. അപ്പൊ അതിൽ ചെറിയൊരു വിശ്വാസക്കുറവ് വന്നു. ആർക്ക്? MR അജിത് കുമാറിന്. അത് കൈകാര്യം ചെയ്യുന്നത് വേറൊരു ഓഫീസറാണ്, പേര് പേര് പറയുന്നില്ല. ആദ്യത്തെ പ്രതികരണം ഈ രീതിയിലാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ വിശദീകരിച്ച് തന്നെ പോകാം. ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും R അനന്തകൃഷ്ണൻ, കോഴിക്കോട് നിന്നും CK വിജയൻ, മലപ്പുറത്ത് നിന്നും അരുൺ അമൃതനാഥ് എന്നിവരുണ്ട്. ആദ്യം അനന്തിലേക്കാണ്. അനന്തൻ, കഴിഞ്ഞ ദിവസമൊക്കെ ഏത് വിധത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നിലേക്ക് വന്നത് എന്ന് നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഈ ദിവസം എത്തുമ്പോൾ PV അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ആകെപ്പാടെ ആഭ്യന്തര വകുപ്പിന് കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ. എത്രത്തോളം വലിയ ആരോപണമാണ് ക്രമസമാധാന ചുമതല ADGP-ക്കെതിരെ ഉന്നയിക്കുന്നത്? ഗുരുതരമല്ലെന്നല്ല, കേരളത്തെ ആകെ ഞെട്ടിച്ചു കളഞ്ഞ ആരോപണങ്ങളാണ് സംസ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം അജിത് കുമാറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിനോട് സാമ്യപ്പെടുത്തിയാണ്. ദാവൂദ് ഇബ്രാഹിമിന്റെ ജീവചരിത്രം പഠിച്ച ഒരാൾക്ക് മാത്രമേ ഇത്രത്തോളം ക്രിമിനൽ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള വലിയ ആക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വാർത്താ സമ്മേളനത്തിലൂടെ MR അജിത് കുമാറിനെയും ഒപ്പം തന്നെ SP സുജിത്ദാസിനെയും അദ്ദേഹം ചിത്രീകരിക്കുന്നത് കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംഘത്തെ ആകെ നിയന്ത്രിക്കുന്ന അധോലോക രാജാക്കന്മാരായിട്ടാണ്. ആ സ്വർണ്ണക്കടത്ത് മുഴുവൻ നിയന്ത്രിക്കുന്ന ഈ രണ്ട് ഉദ്യോഗസ്ഥർ അതിൻ്റെ ഭാഗമായിട്ട് കൊലപാതകങ്ങൾ വരെ നടത്തി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാദികളെയും പ്രതികളും അധികം താമസിയാതെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അതിലും ഗുരുതരമായ ഒരു കാര്യമാണ് സംസ്ഥാനത്തെ മന്ത്രിമാരുടെ അടക്കം മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോൺ കോളുകൾ MR അജിത് കുമാർ ചോർത്തിയെടുക്കുന്നു. അതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. അവരുടെയൊക്കെ നീക്കങ്ങൾ അദ്ദേഹം മുൻകൂട്ടി അറിയുന്നു. അതിനുവേണ്ടി പ്രത്യേക സംവിധാനം സൈബർ സെല്ലിൽ ഒരുക്കിയിരിക്കുന്നു. അതിലൊരു ഉദ്യോഗസ്ഥനെ വിശ്വാസമില്ലാത്തതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് ഒരു SP-യെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. അത് ഗുരുതരമായ ആരോപണമാണ്. അപ്പോൾ കേരളത്തിലെ സ്വർണ്ണക്കടത്തിനെ നിയന്ത്രിക്കുന്ന ഒരു അധോലോക സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നു. പോലീസിനെ മറയാക്കി ADGP MR അജിത് കുമാർ എന്നുള്ള ഗുരുതര ആരോപണം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് ഈ ഒരു ആരോപണം കൊണ്ട് നിൽക്കില്ല. തുടർന്ന് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവിടും
നേരിടും എന്നുള്ള മുന്നറിയിപ്പിലാണ് ഈ പി വി അൻവർ MLA. ശരിയാണ്, തീർച്ചയായിട്ടും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെൽക്കുകയാണ്. അത് കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം നേക്കാം. ADGP MR അജിത് കുമാർ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ തലവൻ എന്ന് പറയുന്നു PV അൻവർ MLA. സ്വർണ്ണക്കടത്തുകാർക്കായി ADGP കൊലപാതകം ചെയ്തിട്ടുണ്ട്. കസ്റ്റംസും SP സുജിത് ദാസും സഹകരിച്ചാണ് സ്വർണം പിടിച്ച് പങ്കിട്ടെടുക്കുന്നത്. അജിത് കുമാറിന്റെ ഭാര്യയും ഭാര്യ സഹോദരനും കള്ളക്കടത്ത് സംഘവുമായി സംസാരിക്കുന്നതിന്റെ ഓഡിയോ ഉണ്ടെന്നും അൻവർ പറഞ്ഞു. കസ്റ്റംസ് പിടിച്ചാൽ ആർക്കൊന്നും കിട്ടൂല. അപ്പോ 60-70% അടിച്ചു മാറ്റി അതിനൊരു സെറ്റപ്പ് സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസ് ആപ്പും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ MR അജിത് കുമാറും. അനന്തൻ പറഞ്ഞു വന്ന കാര്യം തന്നെയാണ്. ചെറിയ കാര്യങ്ങളല്ല പറയുന്നത് എന്നുള്ളതാണ്. നോക്കൂ, വലിയൊരാൾക്കെതിരെ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരെ രഹസ്യമായ രീതിയിൽ പലതും കേട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് പരസ്യമായി വിളിച്ചു പറയുകയാണ് എന്ന് മാത്രമല്ല, തന്റെ കയ്യിൽ തെളിവുണ്ട്, അത് പുറത്തുവിടാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പോലും കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ഇത്രയും നീണ്ട വാർത്താ സമ്മേളനത്തിൽ PV അൻവർ. പൂജ, PV അൻവറിന്റെ ബൈറ്റിലെ ഈ ഭാഗം ഇത് MR അജിത് കുമാറും സുജിത് ദാസ് SP-യും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അവരുടെ മോഡസ് ഓപ്പറാൻഡി അതേപോലെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതായത് ഗൾഫിൽ നിന്ന് സ്വർണം കടത്തി വിമാനത്താവളങ്ങൾ വഴി പുറത്തു വരുമ്പോൾ, പ്രത്യേകിച്ച് മലബാറിലെ വിമാനത്താവളങ്ങൾ വഴി പുറത്തു വരുമ്പോൾ ആ വിവരം കസ്റ്റംസിന് ചോർന്നു കിട്ടുന്നു. എന്നിട്ടും കസ്റ്റംസ് അത് പിടിക്കാതെ അവരെ പുറത്തേക്ക് വിടുകയാണ്. അത് ഈ സംഘത്തെ സഹായിക്കാനാണ്. പുറത്തെത്തിക്കഴിയുമ്പോൾ പോലീസ് കൃത്യമായി തന്നെ ഈ സ്വർണം കടത്തി വരുന്ന ആളെ പിടികൂടുകയും ആ സ്വർണം കസ്റ്റഡിയിലെടുക്കുകയും നേരത്തെയുള്ള IPC നിയമം അനുസരിച്ച് ഈ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നവരെ പോലീസ് പിടിച്ചാൽ അപ്പോൾ തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. ഇപ്പോൾ BNS വന്നപ്പോഴാണ് റിമാൻഡിലേക്കൊക്കെ പോകുന്ന നിയമം കൂടുതൽ ശക്തമാക്കിയത്. അപ്പോൾ അതിനു മുൻപ് ഈ പ്രതികളെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ഈ സ്വർണം എടുത്ത ശേഷം അതിലെ 70% സ്വർണം SP സുജിത് ദാസിന് കൈമാറും എന്നുള്ള അതാണ് അവരുടെ മോഡസ് ഓപ്പറാൻഡി എന്നാണ് പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ കസ്റ്റംസിൽ ഇത്രത്തോളം സ്വാധീനം ഉണ്ടാകുന്നത്? അത് SP സുജിത് ദാസ് IPS സർവീസിലേക്ക് വരുന്നതിന് മുൻപ് കസ്റ്റംസിലായിരുന്നു. അദ്ദേഹം കസ്റ്റംസിലെ സേവനം അനുഷ്ഠിക്കുന്ന സമയത്തും ഇത്തരം സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടാവുകയും കസ്റ്റംസിൽ സ്വർണ്ണക്കടത്തുകാരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹത്തിന് ഒരു ബന്ധം ഉണ്ടാവുകയും ചെയ്തു. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പുറത്തേക്ക് ഇവരെ എത്തിക്കുന്നതെന്ന ഒരു സൂചന കൂടിയാണ് PV അൻവർ പറയുന്നത്. അതായത് സംസ്ഥാനത്ത് വലിയൊരു അധോലോക സംഘം, ഇന്റർനാഷണൽ ബന്ധമുള്ള ഒരു അധോലോക സ്വർണ്ണക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘത്തിന്റെ തലപ്പത്ത് ADGP MR അജിത് കുമാറും അതിന്റെ കണ്ണിയായി നേരത്തെ SP സുജിത് ദാസും പ്രവർത്തിച്ചിരുന്നു എന്ന് ഉള്ള ദുരാരോപണമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല SP സുജിത് ദാസ് 3 വർഷത്തോളം മലപ്പുറം ജില്ലയിലെ പോലീസ് മേധാവിയായി തുടരുകയും ചെയ്തു. അത് അജിത് കുമാറിന്റെ പിന്തുണയോടെയാണ്. അത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് എന്നാണ് PV അൻവർ സമർത്ഥിച്ചു വെക്കുന്നത്. തീർച്ചയായിട്ടും